കാസർഗോഡ് കാഞ്ഞങ്ങാട് ടാങ്കർ ലോറി മറിഞ്ഞ അപകടം. മംഗലാപുരത്ത് നിന്നും കോയമ്പത്തൂരിലേക്ക് പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വാതക ചോർച്ചയില്ലെന്നാണ് പ്രാഥമിക വിവരം. കാസർഗോഡ് നിന്നും സരീഷ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സരീഷ്, ടാങ്കർ ലോറി ആയതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ആശങ്കയുണ്ടാകും. വാതക ചോർച്ചയില്ല എന്നുള്ള വിവരം ആശ്വാസകരമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാം. ഇന്ന് 2:30 ഈ അപകടം സംഭവിക്കുന്നത്. മംഗലാപുരത്തു നിന്നും കോയമ്പത്തൂരിലേക്ക് ഈ വാതകവുമായി പോയ ടാങ്കർ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഈ മേഖലയിൽ പ്രത്യേകിച്ച് കാഞ്ഞങ്ങാട്, കാസർഗോഡ്, ചെറുവത്തൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോഡിന്റെ മോശം അവസ്ഥയിലേക്ക് പോവുകയാണ്. അതിനിടയിൽ ഈ ടാങ്കർ ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് അപകടത്തിനിടയാക്കിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ നിയന്ത്രണം വിട്ട ലോറി തലകീഴായി തൊട്ട് സമീപത്തെ മറ്റൊരു പറമ്പിലേക്ക് മറിയുന്ന സാഹചര്യമായിരുന്നു. ആദ്യം ഈ ടാങ്കർ മറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ രണ്ട് ഭാഗത്തു കൂടിയുള്ള വാഹനം നിയന്ത്രിക്കുകയും വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തു. കാരണം ഏതെങ്കിലും രീതിയിൽ വാഹന ചോർച്ചയുണ്ടെങ്കിൽ അത് വലിയ സ്ഫോടനത്തിലേക്ക് ഉൾപ്പെടെ പോകാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുകയും സൂക്ഷ്മമായ പരിശോധന നടത്തുകയും ചെയ്തതിലാണ് ഇത്തരത്തിൽ വാതക ചോർച്ച ഇല്ല എന്ന് ഉറപ്പുവരുത്തിയത്. എന്തായാലും പിന്നീട് ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മംഗലാപുരത്തു നിന്നും മറ്റൊരു ലോറി ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ഇന്ധനം ഉള്ള ടാങ്കർ അത് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ലോറി ഇവിടെ നിന്നും മാറ്റുക. എന്തായാലും വാതക ചോർച്ച ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ശരി സരീഷ്, അത് തന്നെയാണ്. മംഗലാപുരത്ത് നിന്നും കോയമ്പത്തൂരിലേക്ക് പോയ ലോറിയാണിപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. വാതക ചോർച്ചയില്ല എന്നുള്ളത് ആശ്വാസകരമാണ്.